ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നൊരു ഫുൾ വ്ളോഗാട്ടോ. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞതാണ് ഫുൾ വ്ളോഗ് ചെയ്യുകൊണ്ട് എന്ന്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാലും വീഡിയോ കാണുകൊണ്ടു. നമ്മൾ വ്ളോഗ് 3-4 വട്ടം എടുത്തുക്കണു. പിന്നെ ഞാൻ നേരെ അതിരാവിലെ നെയ്ച്ച് പല്ലും പ്രയറും കാര്യങ്ങളൊക്കെ തേച്ച് പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിച്ചണിക്ക് വന്നു. വാതിലൊക്കെ തുറന്നു നോക്കിയിട്ട് ആദ്യം ദോശക്കാണ് കൂട്ടിച്ചത്. ഞാൻ എൻ്റെ തിരുമ്പലും മുറ്റടിച്ചലും കഴിയാതെ ഞാനൊരു പണിക്കും നിൽക്കൂല കേട്ടോ. പക്ഷേ പുറത്ത് പെരുംജാതി വെയിലാക്കാറ്. അപ്പോൾ ഞാൻ എന്തായിട്ട് ആ പണികൾ കഴിഞ്ഞിട്ട് മാത്രമേ കേട്ടോ ഞാൻ ബാക്കിയുള്ള പണികൾക്ക് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ കുറേ ദിവസമായി വീഡിയോസുകൾ ഇട്ടിട്ട് കുറേ പേര് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ കുഴിച്ചിട്ടാട്ടോ, ബീൻസും അതേപോലെ തന്നെ മുളക് തൈ നമ്മൾ മേടിച്ചതാണ്. കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താ വീഡിയോസുകൾ ഇടാത്തതെന്ന്. നമുക്ക് കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസുകൾ ഇടാത്തത്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീഡിയോ ഇടും കേട്ടോ. അതായിരുന്നു നമ്മൾ വീഡിയോസുകളൊന്നും ഇടായിരുന്നത്. പിന്നെ കലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തുണികളൊക്കെ തോരിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ദോശയുടെ മാവ് കണ്ടില്ല നിങ്ങൾ, ആ മാവ് ആകെ നൊരക്കാതെ എന്തോ ഒരു പോലെ ആയിക്കണം കേട്ടോ. പിന്നെ ചുട്ടപ്പോഴും ശരിയാവണില്ല. പിന്നെ ചപ്പാത്തി പണി എടുക്കാൻ നിന്നപ്പോൾ 7:15 ആയിക്കണം. പിന്നെ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ രാവിലെ നമ്മൾ പഴിച്ചടക്കേണ്ടി വരില്ലേ. എൻ്റെ മാപ്പിള എന്നോട് എപ്പോഴും പറയുന്ന ഡയലോഗ് കണ്ടത് ഞാൻ രാവിലെ പറയും നമുക്ക് പഴം എന്തെങ്കിലും പൊയിഞ്ഞാലോ പറയുന്ന പോലെ. അപ്പം എൻ്റെ മാപ്പിള രാവിലെ പഴമല്ലേ പൊയിഞ്ഞ, രാവിലെ ചായയും കടിയും കറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് സൈറിനോട് എപ്പോഴും. അങ്ങനെ നമ്മൾ മീൻകറി വെക്കാമെന്ന് എഴുതിയിട്ടൊന്ന് ചോറുക്കുമായി. പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തിക്ക് കറിയില്ല. പിന്നെ പച്ചപ്പട്ടാണി ആണ് ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ചിട്ടോ. പിന്നെ നമ്മൾ ചുടലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. പിന്നെ ഇനി ഒരു കാര്യം പറയട്ടെ, ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ എനിക്കൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റണില്ല, അതാണല്ലോ കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ, നമുക്കൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയക്കുമ്പോൾ കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും നോക്കൽ നടക്കൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണാകെ ഇതാവുകയാണ്. ഒക്കെ നോക്കൽ നടക്കണില്ല, ടൈമും ഇല്ല. അതാണ്. നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ കമൻറ്റിൽ നമ്മൾ നോക്കും, അതിൽ റിപ്ലൈ നിങ്ങൾക്ക് തരും കേട്ടോ. പിന്നെ ഹസ്ബൻഡിന് എന്താ ജോലി ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ജോലി ഫ്രൂട്ട്സിൻ്റെ പരിപാടിയാണ്. പിന്നെ അവർ പെരിന്തൽമണ്ണയാണ്. പിന്നെ എനിക്ക് ആകെ 2 ആൺകുട്ടികളാണ്, വീട്ടിൽ ആരൊക്കെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ 2 കുട്ടികളും മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമ്മളത് ചപ്പാത്തിയൊക്കെ വെച്ച്, ചപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പോലെ ആയിക്കൂടും. ചപ്പാത്തി ഇച്ചിരി പിരാന്ത് വന്നിട്ട് എന്താ അറിയില്ല, എന്തൊക്കെയോ ഒരു ചപ്പാത്തിക്ക് എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടൽ ഇങ്ങോട്ട് പിരാന്ത് വന്നിട്ട്. എന്താ പറയുക, അന്ന് ഇതിപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇന്നൊക്കെ 4 ദിവസമായിട്ട് ഇത് വീഡിയോ എടുത്തിട്ട്. എന്നുവെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസുകൾ ഇടാത്തത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു. കുറച്ചൊക്കെ പാത്രങ്ങളൊക്കെ മോരെടുത്തിട്ടോ. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ എടുക്കുന്ന സ്റ്റിക്ക് കാണിച്ചു തന്നിരുന്നില്ലേ, അതിന്മേട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇത് പൊട്ടിയേക്കട്ടോ, എന്നാലും പൊട്ടിയാലും വേണ്ടില്ല, നമ്മളത് ഒഴിവാക്കുമല്ലോ കേട്ടോ. ഞാനെന്നും അങ്ങനെ തന്നെയല്ലേ. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയ എന്താ പറയുക, എല്ലാവരുടെ ഫോണിലും പലരും പലതും പറയുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഐഫോണിൽ വീഡിയോ എടുത്തുകൂടെ. നമുക്ക് ഐഫോൺ ഇല്ല. പക്ഷേ നമ്മുടെ അപ്പം എനിക്കിപ്പോൾ നല്ലൊരു ഫോൺ ഓടിച്ചു തന്നോക്കണം. ഇപ്പോൾ പക്ഷേ നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ഉണ്ട്. ഒരു മനുഷ്യന് ഒരു പെട്ടെന്ന് സുപ്രഭാതത്തിൽ അങ്ങോട്ട് വലുതാവൊന്നുമില്ല, എല്ലാവരും ചെറുതുമ്പോൾ തന്നെ വലുതാകുക. അപ്പോൾ നമ്മളങ്ങനെ കരുതിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകണത്. പിന്നെ എല്ലാവർക്കും പടച്ചോൻ ഒരേപോലെ കൊടുത്തോളണമെന്നില്ലല്ലോ. നമ്മളൊരു മിഡിൽ ഫാമിലിയാണ്. പിന്നെ എല്ലാവരും പോലെ വലിയ കായ്ക്കാര ടീമൊന്നുമില്ല നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മളെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇനി ദയവ് ചെയ്തിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിത് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളപ്പോൾ ഐഫോണൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യും. മാഷാ അല്ലാഹ് എനിക്ക് ഇത്രയും സന്തോഷമായിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ ഫോൺ മേടിച്ചെന്നുകൊണ്ടും മാഷാ അല്ലാഹ് നല്ല ക്ലിയർ ഉണ്ട് നമ്മളെ ഫോണും. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ ലോങ് വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നുണ്ട്, പകുതി വെച്ചിട്ട് കാണരുത്. ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ഇടുകയാണ് കേട്ടോ. നമ്മളിഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. ഞാൻ ഇപ്പോൾ എന്താ പറയുക, പെരിന്തൽമണ്ണക്ക് പോയ സമയത്ത് എന്നോട് ബസ്സിൽ നിന്ന് ഒരു താത്തനോട് ചോദിച്ചു, നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ആറും അപ്പോൾ നമ്മൾ കണ്ടിട്ടല്ലോ ഒരു പറയണത്. പിന്നെ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് നമ്മളവിടുത്തെ കുറേ ആൾക്കാർ തന്നെ
നിങ്ങളെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, നിങ്ങളെ വീഡിയോ ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞു വളരെയധികം സന്തോഷം കേട്ടോ, വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും കാലത്തിനുള്ളിൽ അറിയപ്പെടാത്ത ആൾക്കാർ എന്നെ അറിയപ്പെട്ടു, എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഇത്രയും ആകെ ഒരു 400 സംതിങ് സബ്സ്ക്രൈബ്സും ഇത്ര 500 സംതിങ് ഫോളോവേഴ്സും മാത്രമല്ല ഞാൻ ഇന്ന് നിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളാക്കി തീർത്താട്ടോ. എനിക്ക് വളരെയധികം സന്തോഷം കേട്ടോ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ അറിയപ്പെടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ അത് മീൻകറി എടുത്തുനിന്ന് ചപ്പാത്തിക്ക് കൊടുക്കാൻ ചോറിന് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത്. എന്നാൽ പിന്നെ ഒറ്റക്കറി വെച്ചാൽ മതിയല്ലോ, നമ്മളേതാ മോള്. പിന്നെ അത് അരിയൊക്കെ കഴുകണം കേട്ടോ. ഞാനിപ്പോൾ ഞാൻ എന്നും അരി വെക്കൽ നമ്മളെ റേഷൻ പീടികയിൽ ഇല്ല അതാട്ടോ, ഞാൻ എന്നും വെക്കൽ. എനിക്ക് വേവില്ല, അതിനോട് താല്പര്യമില്ല. കുറുവരി വലിയ ഇഷ്ടമല്ല, അതേപോലെ തന്നെ ജയരിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ റേഷൻ പീടികയിൽ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ കുറുവരി ഇതൊക്കെ ഉണ്ട്, പെരുന്നാൾക്ക് അരി കിട്ടിയിരുന്നല്ല, എന്താ പറയുക, അപ്പം ഫിത്ർ സക്കാത്തിൻ്റെ അരി ആ അരി ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ട് നമ്മളങ്ങനെ പാൽ ചായ ഉണ്ടാക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴെങ്കിലും ഉള്ളൂ കേട്ടോ. അന്ന് പെരുന്നാൾക്ക് കൂടുന്ന പാലിൽ 3 പാക്കറ്റ് ഇടുന്നത്, ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് പാലും ചായ ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ഇഷ്ടമായിട്ട് പാൽ ചായ. ഞാൻ എപ്പോഴൊന്നും പാൽ ചായ ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും. അതും കൂടി കട്ടൻ ചായന്, നമ്മളെ കട്ടൻ ചായ വെക്കുള്ളൂ നമുക്ക് കേട്ടോ. പിന്നെ നമ്മൾ ചായയൊക്കെ തിളച്ചു സെറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇന്നിപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച അല്ലേ. ഈ വീഡിയോ എടുത്തേക്കണത് ഇപ്പം എന്താഴ്ചയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ വീഡിയോ എടുത്തേക്കണത് തിങ്കളാഴ്ച കേട്ടോ. ഇത് നമ്മൾ തിങ്കളാഴ്ചത്തെ കഴിഞ്ഞ് തിങ്കളാഴ്ചത്തെ വീഡിയോ ഇടുന്നത് വെള്ളിയാഴ്ച കേട്ടോ. ഇപ്പം ഇൻഷാല്ലാ നമ്മൾ നാളെ നമ്മൾ വീട്ടിലേക്ക് പോകും കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലാക്കാരം നാളെ. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം പോവും, അല്ലെങ്കിൽ നാളെ പോവും. ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് പോകാൻ നാട്ടെ കരുതിയിരിക്കണത്. എല്ലാം നമ്മൾ വഴിയെ പറയണ്ട കേട്ടോ. പിന്നെ അതാ നമ്മൾ മീൻകറിയും കാര്യങ്ങളൊക്കെ ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതാ നമ്മളെ ചായ ഞാനൊന്ന് അരിച്ചെടുക്കാട്ടോ, അല്ലെങ്കിൽ പിന്നെ കുടിച്ചാൽ കഴിയൂല, അമ്മാതിരി ഇതാക്കാരം. ഞാൻ എപ്പോഴും ചായ നല്ലോണം അരിച്ചിട്ടോ. പിന്നെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ അരിച്ചൊക്കെ ഏകദേശം ഒക്കെ നമ്മൾ സെറ്റാക്കണം. പിന്നെ കുട്ടിയോട് ചായ അടിച്ചാനൊക്കെ വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പേരിക്ക് വായിക്കേട്ടോ, അവിടെ നിന്ന് ഉമ്മ കൊടുത്തയച്ചാട്ടോ, താഴത്തുനിന്നും തറവാട്ടിൽ നിന്നും ഇമ്മിപ്പിയും കൊടുത്തയച്ചാണ് വായിക്ക. അവിടെ ഉമ്മ ഉണ്ടാക്കിയതാട്ടോ വായിക്കാം. പിന്നെ നമ്മളത് അരിച്ചിനും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വെള്ളിയാഴ്ച അല്ലേക്ക് ചോറുന്നാൻ വരും, എന്നും ചോറുന്നാൻ വരലുണ്ട്. വെള്ളിയാഴ്ച ഒരു സ്പെഷ്യലല്ല, ഇന്ന് ബിരിയാണിയൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ നമ്മൾ ഇപ്പേരിക്കൊക്കെ അരിയാൻ കേട്ടോ. ഞാൻ എന്നും കയ്യുമ്പോൾ തന്നെ കേട്ടോ അരിയിൽ. ഒരു വട്ടം കയ്യുമ്പോൾ ഇതേപോലെ അരിഞ്ഞിട്ട് ചെറിയ വിരലിൻ്റെ ഒരു ഭാഗമാണ് പോയിക്കോ കേട്ടോ. ഇതേപോലെ അരിഞ്ഞിട്ട് കജ്ജുമണ് മുറിയായി. എന്നോട് എൻ്റെ അമ്മ എപ്പോഴും പറയും, എന്താ പറയുക, ഇതില്ലേ നമ്മളാ കട്ടിംഗ് ബോർഡ് എടുത്ത് അരിയാൻ. എൻ്റെ അമ്മ ഇങ്ങനെ തന്നെ ആയിട്ട് അരിയാം. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, എൻ്റെ കഴിയുമ്പോൾ തട്ടീൻ്റെ ശേഷം ഞാനൊന്നും കാര്യമാക്കുള്ളൂ. ഞാൻ പിന്നെ തിന്നുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ശീലമായി. പിന്നെ എന്താ നമ്മൾ ഇപ്പേരൊക്കെ അടുപ്പത്ത് വെച്ചിട്ടോ. പിന്നെ എന്താ കുട്ടികൾക്കൊക്കെ ചായ എടുത്തു. പിന്നെ എന്താ ഞാൻ ചായ കുടിച്ചാൻ വേണ്ടി നിന്നിട്ടോ. എനിക്ക് ടേബിളിൽ നിൽക്കണമെന്നും വലിയ താല്പര്യമില്ല. എൻ്റെ എന്താ പറയുക, ഹസ്ബൻഡ് എപ്പോഴും പറയും, എന്തൊക്കെ ടേബിൾ വരുന്നത് എൻ്റെ കുടി ചെന്നാൽ എൻ്റെ പിമ്മിനോട് എപ്പോഴും ചീത്താറ്. എനിക്ക് എവിടെയെങ്കിലും വീതനം അതുകൊണ്ട് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കും, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ നമ്മൾ ക്ലാസ് ഒന്നും എടുക്കൂട്ടെ, നമ്മൾ പിന്നെ കോപ്പുണ്ടെങ്കിൽ അതിലാണ് മോന്തും. അങ്ങനെയൊക്കെയാണ് ഞാൻ. നമുക്ക് പിന്നെ ക്ലാസ് വേണമെന്നൊന്നുമില്ല. പിന്നെ അത് ഇപ്പേര് തൂമിച്ചാലും കാര്യങ്ങളൊന്നും ഇതാ ചോറ് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തിളച്ചാൽ മതി, തിളച്ചാൽ ചോറ് വന്നു. പിന്നെ എന്താ ഇപ്പോൾ ഗ്യാസിന് ക്ഷാമമാകൊണ്ട് ഇപ്പോൾ നമ്മൾ അടുപ്പത്തായിട്ട് നമ്മൾ മീനൊക്കെ പൊരിച്ചത്. ഇന്ന് ഗ്യാസ് കിട്ടിയിട്ടോ, പിന്നെ വലിയൊരു സമാധാനം. എനിക്ക് ഗ്യാസും പുസ്തകമല്ല. അപ്പോൾ പിന്നെ തറവാട്ടിൽ നിന്നും ഉമ്മാൻ്റെ പുസ്തകത്തുമായിട്ട് നമ്മൾ നിറച്ചത്. എനിക്ക് ഗ്യാസ് പുസ്തകമല്ല, നമുക്ക് ഉണ്ടാക്കണം. നമ്മളിപ്പോൾ കൂടിയിരുന്നിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. നമുക്ക് പേരൊക്കെ നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഗ്യാസ് പുസ്തകം ഉണ്ടാക്കണം കേട്ടോ. ഇൻഷാല്ലാ കൊടുക്കണം എന്ന് എഴുതണ്ടേ. ഈ മാർച്ചിലെന്തോ അതിനെന്തോ ഒരു ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ മാർച്ചിൽ കൊടുക്കണം എന്ന് കരുതുന്നുണ്ട്. നമുക്കപ്പോൾ ഇതിന് വീട്ടു നമ്പറും വേണമല്ലോ ഇപ്പോൾ നമുക്ക് ഗ്യാസ് പുസ്തകം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അതാ കുട്ടിക്കുള്ള സ്കൂളിൽ പോകും. എനിക്ക് എന്താ പറയുക, ഫ്രൂട്ട്സ് അതേപോലെ തന്നെ വെള്ളം. ഉച്ചവരല്ലേ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കല്ലേ. അവൻ്റെ എക്സാം കഴിഞ്ഞു കേട്ടോ. അവൻ്റെ എക്സാം മിഞ്ഞാന്നത്തോടെ അവൻ്റെ എക്സാം കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ മീനൊക്കെ പൊരിച്ച് മറച്ചിട്ടു കേട്ടോ. ഞാൻ മീൻ പൊരിച്ചുമ്പോൾ അങ്ങനെ എപ്പോഴും വേപ്പിൻ്റെയൊന്നും ഇടും കേട്ടോ. എനിക്ക് വലിയ താല്പര്യം. പക്ഷേ എന്താ പറയുക, ഇവിടെ എപ്പോഴും പറയും മീൻ പൊരിച്ച് വേണ്ട വേപ്പിൻ്റെ ഇടുന്നുണ്ട്, അപ്പോൾ വേറെ ഒരു സ്മെല്ലാക്കാരത് ഇടുകൊണ്ട് എപ്പോഴും ഇങ്ങോട്ട് പറയട്ടെ. പക്ഷെ ഞാനങ്ങനെ മീൻ പൊരിച്ചുമ്പോൾ അങ്ങനെ ഇതാക്കലൊന്നുമില്ല. പിന്നെ നമ്മൾ
അടുക്കളൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കണം, തലക്കൊന്നൊരു തല വരെ നേരാക്കണം. അപ്പോൾ ഓൻ്റെ വണ്ടി വരുന്ന എഴുതിയിട്ട് എളുപ്പം പുറത്ത് പോയിട്ടോ, ഓനക്ക് വണ്ടി വരുന്ന വരെ ഓനക്ക് പുറത്ത് സൈക്കിൾ ഓട്ടണം. പിന്നെ അതാ ഇക്ക വന്നപ്പോൾ പിന്നെ ഇപ്പരിക്കില്ല കൊടുന്നിക്കണു, ഇക്ക നേരത്തെ വന്നിക്കണു കേട്ടോ. ഇക്ക എന്താ ഇക്ക ഗൂഡല്ലൂർക്ക് ലോഡ് എടുക്കാൻ വയ്ക്കുന്നു ഒരു ഫ്രൂട്ട്സിൻ്റെ. അപ്പോൾ ഇക്ക നേരത്തെ വന്നിക്കൂടെ, രാത്രി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്ക നേരത്തെ വന്നിട്ട് പിന്നെ നമ്മൾ അടിച്ചലും തുടക്കലും മോറലൊക്കെ കേട്ടോ, ചട്ടപ്പെട്ട പണികളാട്ടോ. എൻ്റെ എല്ലാ പണികളും എളുപ്പം കഴിഞ്ഞു. പക്ഷെ ക്ലീനിങ്ങൾ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പണിയാണ്. ഞാൻ എപ്പോഴും കരുതും എന്തൊരു പണി വെച്ചിട്ട് എന്താ ക്ലീനിങ് കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ. പക്ഷെ 11 മണിയാകുമ്പോൾ പണികളും കാര്യങ്ങളൊക്കെ ഒരുങ്ങും. പക്ഷെ ഒരു തലക്കൊന്നും ഒരു തല വരുന്നേക്ക് എന്താ പെര സ്റ്റെഡിക്കിലെ പെര എങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ ഒരു തലക്കൊന്നൊരു തല വരെ എന്താ പെറുക്കലും അടിച്ചലും ഇതന്നെ കാരം. നമ്മാതിരി പരത്തിട്ടില്ല കരൻ്റെ മക്കൾ പരത്തിയിട്ടുണ്ടാക്കുക. ചുമരുമൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടില്ല. എവിടെയെങ്കിലും കിട്ടിക്കൊണ്ട് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. അവൻ്റെ ചെറുതും വലിയോനെ എഴുതുള്ളൂ കേട്ടോ, ചെറിയോനെ എഴുതുള്ളൂ. പിന്നെ ഓനൊച്ചക്ക് ഉറക്കി. പിന്നെ എൻ്റെ കുളി കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഞാൻ ആദ്യം കുളി കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താട്ടി ഈ ഫ്രൂട്ട് സലാഡ് പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് കുറച്ച് തിന്നാന്ന് കരുതിട്ടോ. എന്നിട്ടാ പിന്നെ ഇത് തിന്നലായിട്ടോ ഞാൻ ചോറ് തിന്നത്. പിന്നെ നമ്മൾ ചോറ് വെച്ചാൻ വേണ്ടി എന്നിട്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ലോഡ് ആക്കിയിരുന്നു. നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കണം. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ തന്നു വാഴക്കപ്പേര്, അതേപോലെ തന്നെ മീൻ കറി, അതേപോലെ തന്നെ മീൻ പൊരിച്ചതും. പിന്നെ ഒരു ഉച്ചക്ക് സ്കൂളിട്ട് വന്നു കേട്ടോ. പിന്നെ അതേപോലെ 4 മണിയായപ്പോൾ പുറത്തിറങ്ങിയിട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല, കുറച്ച് പണികളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണത് വീട്ടിലേക്കാട്ടോ. എൻ്റെ അമ്മ അന്ന് പറഞ്ഞാണ് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇക്കാക്ക് ഒഴിവ് കിട്ടിയതില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയാതെ കേട്ടോ ഞങ്ങൾ വീട്ടിലേക്കല്ലേ, ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതിലുമ്മ ഇക്കാനെ കണ്ടപ്പോൾ ആകാന്തം മുട്ടുക്കോ. ഉമ്മ പറഞ്ഞോ ഇനിയിപ്പോൾ എന്താ കാട്ട് സെരീഫേ, കോഴി കൊടുന്നാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കോഴിയൊക്കെ പെട്ടെന്ന് പോയി കൊടുന്നു. പിന്നെ ഫ്രിഡ്ജിലും കുറച്ച് കോഴി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ പാവട്ടോ എൻ്റെ അമ്മ നോക്കി നോക്ക് തേങ്ങ ചിരകി ആക്കി തന്നൊക്കെ, അത് പുട്ടുപൊടി കേട്ടോ. അങ്ങനത്തെ നമ്മളെ അമ്മ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളെ വാപ്പാരും ഉമ്മാരും ഉള്ള കാലം നമുക്ക് എന്നും നല്ല രസമാക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ഉണ്ടാവും.